നമസ്കാരം. ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ അലങ്കാരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ അലങ്കാരത്തിൻ്റെ പാഠങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അലങ്കാരത്തിൻ്റെ ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്കെടുക്കാം. ചതുർസ്ര ജാതി ഏകതാളം. നമ്മൾ അടതാളത്തിൻ്റെയൊക്കെ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് പഠിക്കേണ്ട പാഠം ചതുർസ്ര ജാതി ഏകതാളം. ഏകതാളം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിസ്രജാതി ഏകമാകാം, ചതുർസ്രജാതി ഏകമാകാം, ഖണ്ഡജാതി, മിശ്രജാതി, സങ്കീർണജാതി. അതുകൊണ്ട് അത് ഏത് ജാതിയാണെന്ന് പറഞ്ഞു തരണം. ചതുർസ്ര ജാതി ഏകതാളമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ഏകതാളാകുമ്പോഴത്തേക്കും ആ ലഘു മാത്രം ഇട്ടാൽ മതി. അതാണ് ഏകതാളം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് ലഘുവാണോ, ചതുർസ്ര ജാതി എന്ന് പറയുമ്പം അത് ഏത് ജാതിയാണോ ആ ജാതിയിലെ ലഘു എന്നുമ്പോൾ ചതുർസ്ര ജാതിയാണെങ്കിൽ 1, 2, 3, 4. തിസ്ര ജാതിയാണെങ്കിൽ 1, 2, 3. ഖണ്ഡജാതിയാണെങ്കിൽ 1, 2, 3, 4, 5. മിശ്രജാതി ഏകതാളാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7. പിന്നെ ഈ സങ്കീർണജാതി ഏകതാളാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പം ഇങ്ങനെ ആണ് ഏകതാളം. അപ്പോൾ നമുക്ക് ഇന്ന് ചതുർസ്രജാതി ഏകതാളം പഠിക്കാം. സരേ ഗമ മായ നമ്മളെ കൂടെ രാത്രിയാണ് ഇത് നമുക്ക് പഠിക്കുന്നത്. സരേ ഗമ രേ ഗമ പ ഉണ്ടോ? സരേ ഗമ രേ ഗമ പ ഗമ പ ധ. കാരണം ലഘു മാത്രം ഇട്ടാൽ മതി, വേറെ ധൃതമൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇടുന്നത്. സരേ ഗമ രേ ഗമ പ ഗമ പ ധ മ പ ധ നി പ ധ നി സ. ഒരടിക്ക് ഒരക്ഷരം വെച്ച് ഒന്നാം കാലം നമ്മളിപ്പോൾ ചെയ്യുന്നത്. സ നീ ധ പ നീ ധ പ മ ധ പ മ ഗ പ മ ഗ രേ മ ഗ രേ സ. ഒന്നാം കാലമായി. രണ്ടാം കാലമാണെങ്കിൽ എങ്ങനെ നമുക്ക് ഒരടിക്ക് 2 അക്ഷരം വെച്ച് നമുക്ക് കൗണ്ട് ചെയ്യണം. സ രേ ഗ മ സ രേ ഗ മ രേ ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സ നി ധ പ. ഒരടിക്ക് ഒരു താളോട്ടം അല്ലെങ്കിൽ ആ 4 അക്ഷരത്തിന് 2 ലൈൻ നമുക്ക് പാടാം. സ രേ ഗ മ രേ ഗ മ പ. കേട്ടോ, ഇത് ഇത്രയും 4 അക്ഷരം തീർന്നപ്പം അല്ലെങ്കിൽ ആ ഒരു ലഘു തീർന്നപ്പോൾ നമ്മൾ 2 ലൈൻ പാടി. സ രേ ഗ മ രേ ഗ മ പ ഗ മ പ ധ മ പ ധ നി പ ധ നി സ സ നി ധ പ നി ധ പ മ ധ പ മ ഗ പ മ ഗ രേ മ ഗ രേ സ. അപ്പോൾ ഒന്നാം കാലാണെങ്കിൽ ഒരടിക്ക് ഒരക്ഷരം, രണ്ടാം കാലാണെങ്കിൽ ഒരടിക്ക് 2 അക്ഷരം. അപ്പോൾ ഇനി നമുക്ക് മൂന്നാം കാലാണെങ്കിലോ ഒരടിക്ക് നമുക്ക് 4 അക്ഷരം പാടണം. സരി ഗമ രി ഗമ പ ഗമ പ ധ മ പ ധ നി. അപ്പം നമ്മൾ ഒരു താളവട്ടം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ 4 അക്ഷരം ആ ഒരു ലഘുവിന് 4 ലൈൻ നമുക്ക് പാടണം. സരി ഗമ രി ഗമ പ ഗമ പ ധ മ പ ധ നി പ ധ നി സ സ നി ധ പ നി ധ പ ധ പ മ ഗ പ മ ഗ രി സ. പിന്നെയും ഇവിടെ വന്ന് നിൽക്കുന്നുള്ളൂ. ആ 2 പ്രാവശ്യം പാടിയാൽ മാത്രമേ ആ സമത്തിൽ വരുള്ളൂ. സരി ഗമ രി ഗമ പ ഗമ പ ധ മ പ ധ നി പ ധ നി സ സ നി ധ പ നി ധ പ ധ പ മ ഗ പ മ ഗ രി സ. താളത്തിൽ. അപ്പം ഇവിടെ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് തന്നെ തുടങ്ങണം. അല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഇവിടുന്ന് തന്നെ പിന്നെ തുടങ്ങി. സരി ഗമ രി ഗമ പ ഗമ പ ധ മ പ ധ നി പ ധ നി സ സ നി ധ പ നി ധ പ മ ധ പ മ ഗ പ മ ഗ രി സ. അങ്ങനെ. അപ്പോൾ ഒന്നാം കാലാണെങ്കിൽ സ രേ ഗ മ രേ ഗ മ പ
ഗമ പദ മ പദ നി പദ നി സ സ നി ദ പ നി ദ പ മ ദ പ മ ഗ പ മ ഗ രി മ ഗ രി സ. ഒന്നാം കാലം തീർന്നു. നമുക്ക് ഇനി രണ്ടാം കാലം എടുക്കാം. സരി ഗമ രി ഗമ പ ഗമ പദ മ പദ നി പദ നി സ സ നി ദ പ നി ദ പ മ ദ പ മ ഗ പ മ ഗ രി മ ഗ രി സ. രണ്ടാം കാലം തീർന്നു. ഇനി നമുക്ക് മൂന്നാം കാലം നോക്കാം. സരി ഗമ രി ഗമ പ ഗമ പദ മ പദ നി സ സ നി ദ പ നി ദ പ മ ദ പ മ ഗ പ മ ഗ രി സ സ രി ഗമ പ ഗമ പദ മ പദ നി സ നി ദ പ ദ പ മ ഗ രി സ. നാലാം കാലം തീർന്നു. മൂന്നാം കാലം അവസാനം നാലാം കാലം എന്ന ഒരടിക്ക് 8 വർഷം വെച്ച് വരും. അത് നമുക്ക് ചെയ്യേണ്ട. അപ്പോൾ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം ഇത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ള താളങ്ങൾ നമുക്ക് ഇടാനുള്ള ഒരു ബാലൻസ് നമുക്ക് കിട്ടും. കാരണം വെച്ചാൽ ഇതിന് ഓരോ മാത്രയ്ക്ക് ഇത്ര അക്ഷരം വെച്ച് നമ്മൾ കൗണ്ട് ചെയ്ത് നമ്മൾ ഇട്ട് പഠിക്കുമ്പം അത് മറ്റുള്ള താളങ്ങൾക്ക്, കാരണം നമ്മൾ വേറെ താളങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് പാടാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ഈ 35 താളമുണ്ടല്ലോ, ഒരു ധ്രുവതാളത്തിന് തന്നെ 5 ജാതി വെച്ച് 35 താളമുണ്ട്. ഈ 35 താളത്തിൻ്റെ പാഠം ക്ലാസ് ഞാൻ ഇടുന്നതായിരിക്കും. അതിൻ്റെ സ്വരങ്ങളും ഇട്ട് ആ 35 താളവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ നോട്ടും തരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം 35 താളത്തിൻ്റെ നോട്ട് നിങ്ങളിൽ കാണത്തില്ല. അപ്പം അത് പഠിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ നേരിട്ട് എന്നെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് 35 താളവും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതിന് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.